ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരും കർത്താവിന് ഏറ്റവും ശ്രേഷ്ഠരുമായ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃഭൃത്യന്മാരെ, നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും നമുക്ക് വേണ്ടതെല്ലാം നൽകി നമ്മെ ജയത്തോടെ നടത്തുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവിനെ മനസ്സ് തുറന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ എല്ലാ പുകഴ്ചയ്ക്കും എല്ലാ മഹത്വത്തിനും സർവ്വ ആരാധനയ്ക്കും യോഗ്യനായ മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവവചനം കേൾപ്പാൻ തൽപരരായ നിങ്ങൾക്ക് സ്നേഹത്തോടെ എൻ്റെ വിനീത വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ദൈവിക ദൂതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ദൈവാലോചനയ്ക്കായി കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന വേദവാക്യം 75 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യമാണ്. 75 സങ്കീർത്തനം 7 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ദൈവം ന്യായാധിപതിയാകുന്നു. അവിടുന്ന് ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ദൈവം ന്യായാധിപതിയാണ്. ആ ദൈവം ഒരുത്തനെ താഴ്ത്തുന്നു, ഒരുത്തനെ ഉയർത്തുന്നു. ദൈവം ഒരു ഏകാധിപതിയാണ്. ദൈവം ന്യായാധിപതിയാണ്. ദൈവത്തിന് സർവാധികാരമുണ്ട്. പ്രത്യേക മനുഷ്യൻ്റെ മേൽ ഇത്ര അധികാരമുള്ള ഒരു ശക്തിയും ലോകത്തിലില്ല. സർവശക്തനായ ദൈവം, മനുഷ്യൻ്റെ സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തിന് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ മേൽ ഏറ്റവും പരമമായിരിക്കുന്ന അധികാരമുണ്ടെന്നുള്ള കാര്യം വസ്തുനിഷ്ഠമായ സത്യമാണ്. ആ ദൈവം മനുഷ്യരുടെ മേൽ ചെയ്യുന്ന അസാധാരണമായിരിക്കുന്ന പ്രവർത്തികൾ, അത് വിശുദ്ധ ബൈബിൾ ആദിയോണന്തം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. എത്രയോ വാക്യങ്ങൾ. ഒരുവൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ ഗമനത്തെയും ആഗമനത്തെയൊക്കെ സ്ഥിരമാക്കും എന്ന് പറയുമ്പോൾ ഒരുത്തനോട് ദൈവത്തിന് തോന്നുന്ന പ്രീതി വാത്സല്യം, ഒരു മനുഷ്യനെ ദൈവം ശ്രദ്ധിക്കുമ്പോൾ അവന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവീകത, ഇതെല്ലാം ബൈബിൾ വളരെ വ്യക്തമാക്കുന്ന സത്യമാണ്. ഈ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പ്രമേയം: ദൈവം ന്യായാധിപതിയാകുന്നു, അത് നമുക്കറിയാം. അടുത്ത വാക്ക്, ദൈവം ഒരുത്തനെ ഉയർത്തുന്നു, ഒരുത്തനെ താഴ്ത്തുന്നു. അങ്ങനെയാണ് അവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ദൈവം ചിലരെ താഴ്ത്തുന്നു, ചിലരെ ഉയർത്തുന്നു. അതിനെ ഒന്ന് യുക്തിസഹജമായിട്ട് ചിന്തിക്കണം കേട്ടോ. ദൈവം അങ്ങനെ നടന്നു വരുന്ന വഴി കുറേ പേരെ നിൽക്കുന്നു. ഒരുത്തനെ കണ്ടു, ആ താഴ് 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 എന്നും പറഞ്ഞ് അവനെ അങ്ങ് അടിച്ച് താഴ്ത്തുന്നു. മറ്റൊരുത്തനെ കണ്ടു, ഉയരെന്നും പറഞ്ഞ് അവനെ അങ്ങ് പൊക്കിക്കൊണ്ട് വരുന്നു. അങ്ങനെ ചുമ്മാ, ഞാനൊരു വാക്ക് ഉപയോഗിച്ചോട്ടെ, ചുമ്മാ അങ്ങ് വെളിവ് കെട്ട് എന്തെങ്കിലും അങ്ങ് ചെയ്യുവാണെന്നാണ് ആ വാക്കിൻ്റെ ഉദ്ദേശം. ചിലർക്ക് ലോട്ടറി അടിക്കും പോലെ അങ്ങ് ഉയർച്ച കിട്ടുന്നു, ചിലർക്ക് കഷ്ടകാലത്തിനങ്ങ് താഴ്ച കിട്ടുന്നു. അങ്ങനെയാണോ? അങ്ങനെയൊന്നും ദൈവം ചെയ്യുകയല്ല. കാരണം വേദപുസ്തകം നമുക്ക് തരുന്നൊരു ഉറപ്പ്, ദൈവം പ്രവർത്തിക്കുന്നതെല്ലാം ഒരടിസ്ഥാനത്തിൻ്റെ മേലാണ്. അതുകൊണ്ട് ധന്യനായ പൗലോസ് പറഞ്ഞു, ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, അതൊരിക്കലും മാറിയല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനം? അങ്ങനെയാണെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചുമ്മാ കുറേ പേരെ ഉയർത്തി കുറേ പേരെ താഴ്ത്തിയെന്നാണോ? അങ്ങനെ വരികയല്ല, ഒരിക്കലും വരികയല്ല. അങ്ങനെയാണെങ്കിൽ ചിലരെ ദൈവം താഴ്ത്താൻ അതിൻ്റേതായിരിക്കുന്ന കാരണങ്ങളുണ്ട്. കാരണം കൂടാതെ ഒരാളെയും ദൈവം കണ്ടിട്ടിഷ്ടപ്പെട്ടില്ല. ആ മുഖച്ചായയും തൊലിയുടെ കളറൊക്കെ കണ്ടപ്പോഴേക്കും കർത്താവിന്, ചില ആളുകൾക്ക് അങ്ങനെയുണ്ടല്ലോ, ചിലരിങ്ങനെ പറയാറുണ്ട്, എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെ കാണുന്ന ഇഷ്ടമല്ല. നമ്മൾ പറയാറില്ലേ? ചിലപ്പോൾ അടുത്തറിയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയിരിക്കുകയില്ല. പക്ഷെ നമ്മൾ പ്രഥമ ദൃഷ്ടിയാൽ ചിലരെ ഇഷ്ടപ്പെട്ടാൽ പെട്ടു, ചിലരെ കഴിച്ചു. അതൊക്കെയാണ് വിഷയം. കുടുംബജീവിതത്തിൽ പോലും കൗൺസിലിംഗ് നടത്തുന്നവർ പറയുന്നു, ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ എന്തോ അനിഷ്ടം വന്ന ആയുസ് മുഴുവൻ അങ്ങനെയായി പോകുമെന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഒരു ആദ്യത്തെ കൂടിക്കാഴ്ച, ആദ്യത്തെ ഇടപെടൽ, അതിനകത്ത് വന്നു പോയ സംഭവം അപ്പോൾ അന്നേ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, അന്ന് ഞാൻ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി, അതിന്ന കാര്യത്തിൻ്റെ വെളിച്ചത്തിൽ അന്നേ എനിക്ക് മനസ്സിലായി ഇത് ശരിയാവില്ലെന്ന്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ അന്നേ കണ്ടു, അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാതെ ഇങ്ങനെ കഴിച്ച് പുളിച്ചിരുന്നു, അതങ്ങനെ സംഭവിച്ചു. പക്ഷെ ദൈവം
ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ദൈവമക്കളെ. നിന്നെ കണ്ടപ്പോഴെനിക്ക് തോന്നി നീ ഗതി പിടിക്കത്തില്ല എന്ന് ദൈവം ഒരിക്കലും ഒരുത്തനോട് പറയില്ല. നിങ്ങൾ പേടിക്കണ്ട, സത്യമേ പറയുന്നത്. ദൈവമല്ല സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് അങ്ങനെ പറയാൻ പറ്റുമോ? പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലരെ താഴ്ത്തുന്നു? അത് നമ്മുടെ ജീവിതം, ദൈവത്തോടുള്ള ബന്ധം, ആത്മീകത്തോടുള്ള ആവേശം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി ഇതെല്ലാം ആരാഞ്ഞറിയുന്നവനാണ് ദൈവം. ഹൃദയരഹസ്യങ്ങളെ അറിയുന്നവനാണ്. അതറിഞ്ഞുകൊണ്ടാണ് ഈ താഴ്ചയും ഉയർച്ചയൊക്കെ നിശ്ചയിക്കുന്നത്. ചിലരെ ദൈവം അറിയുന്നു. അവർ ആരും അറിയാതെ അധ്വാനിക്കുന്നത്, ആരോടും പരിഭവമില്ലാതെ ആത്മീയതയ്ക്ക് നട്ടോട്ടം ഓടുന്നത്, ദൈവത്തെ വിശ്വസിക്കുന്നത്, ദൈവീകമായിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, ഇതൊക്കെ മറ്റാരും അറിയുന്നില്ലെങ്കിലും ദൈവം അറിയുന്നു. അർദ്ധരാത്രി വെട്ടം പോലും കത്തിക്കാതെ, ഒരനക്കം പോലും കേൾക്കാതെ, അടുത്ത് കിടക്കുന്ന ആൾ പോലും അറിയാതെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ദൈവമക്കളെ. ആരും അറിയുന്നില്ല, ആരെയും കാണിക്കുന്നില്ല. അത് ദൈവം മാത്രമേ കാണുന്നുള്ളൂ. പുറത്തുള്ള ആരും അറിയില്ല. ഇതൊക്കെ ദൈവം പരിഗണിക്കും. അപ്പോൾ ദൈവമായ കർത്താവ് ചിലരെ ഉയർത്താൻ നമ്മുടെ ഭാഗത്തെ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ദൈവം അത് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കിന്ന് ഇത്രേ പറയാനുള്ളൂ. ദൈവം ന്യായാധിപതിയാണ്. 2 കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ നടക്കുന്നുണ്ട്. ഈ ദൈവം ചിലരെ താഴ്ത്തുന്നുണ്ട്, ചിലരെ ഉയർത്തുന്നുണ്ട്. നമ്മൾ ഈ ഉയർത്തുന്നവരുടെ ഗണത്തിൽ പെടണം എന്നതാണ് ഈ വാക്യത്തിൻ്റെ സാരാംശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചത്. അതിപ്പോൾ വലിയ വീട്ടിൽ ജനിച്ചോ കൊച്ചു വീട്ടിൽ ജനിച്ചോ ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ജനനം, വളർച്ച, പ്രായം, നമ്മുടെ കഴിവ്, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം നമ്മളെ നിരീക്ഷിക്കുന്നു. അവൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ വയ്ക്കുന്നു. അങ്ങനെയൊക്കെയാണ് ബൈബിൾ ഭാഷ്യം. അതിനർത്ഥം നിന്നെ ദൈവം നിരീക്ഷിക്കുന്നുണ്ട്. ദൃഷ്ടി എൻ്റെ മേൽ വെച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവ് നിന്നെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശ്രദ്ധ നിൻ്റെ മേൽ വീഴുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധ പതിക്കുമ്പോൾ താഴ്ത്താനുള്ള വഴിയൊന്നും നമ്മുടെ ഭാഗത്തുണ്ടാക്കി വെക്കരുത്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, വേറെ ചിലരെ നമുക്കറിയില്ല ചുമ്മാ അങ്ങ് പ്രചരിപ്പിക്കുക. ഇതിൻ്റെ നിജസ്ഥിതി അറിയില്ല, പിന്നാമ്പുറം അറിയില്ല, ഇത് സത്യമാണോ എന്നറിയില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. ഇതൊന്നും അറിയാതെ ആരെങ്കിലും പറഞ്ഞു അതിൻ്റെ വാലെ പിടിച്ചു, അല്ലെങ്കിൽ തുമ്പ് കണ്ടിച്ചെടുത്തു, അത് വെച്ചോണ്ട് അങ്ങ് അത് പറഞ്ഞു ഇത് പറഞ്ഞു. ഓർത്തോളണം, ദൈവം ന്യായാധിപതിയാണ്. ചിലരെ ദൈവം താഴ്ത്തുന്നു, ചിലരെ ദൈവം ഉയർത്തുന്നു. അനിഷേധ്യമായിരിക്കുന്നൊരു ബൈബിൾ വാക്യമാണത്. പ്രിയരെ, നമുക്ക് ഈ ലോകത്തിൽ എന്തും ചെയ്യാൻ അവകാശം ദൈവം തന്നിട്ടുണ്ട്. ശരിയെ ശരിയായും തെറ്റിനെ തെറ്റായും കാണാനും അത് പറയാനും ഒക്കെ നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ മനസ്സ് നോക്കും. എന്തുദ്ദേശത്തോടെയാണ് ഇങ്ങേരിത് പറയുന്നത്, എന്തുദ്ദേശത്തോടെയാണ് ഇങ്ങേരിത് ചെയ്യുന്നത്. അതിനകത്താണ് താഴ്ത്തണോ ഉയർത്തണോ എന്നത് ദൈവം നിശ്ചയിക്കുന്നത്. ഒന്നുകൂടെ പറയട്ടെ സ്നേഹിതരെ, താഴ്ത്താനുള്ള പണി നമ്മളായിട്ട് ഒപ്പിച്ചു വയ്ക്കരുത്. നമ്മെ ഉയർത്താനുള്ള പദ്ധതിക്ക് വിധേയപ്പെടുക നല്ലത്. അതാണ് ഭൂഷണം. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഓരോ വിഷയങ്ങൾ നമുക്ക് ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കണം, ഞാനല്ല ന്യായാധിപതി, ദൈവമാണ് ന്യായാധിപതി. അവനാണ് ഉയർത്തുന്നത്, അവനാണ് താഴ്ത്തുന്നത്. അതുകൊണ്ട് എന്തു ചെയ്താലും നാളെ നമ്മെ ദൈവം ഉയർത്താനുള്ള പണിയെ ചെയ്യാവൂ. ദൈവം നമ്മെ താഴ്ത്താനുള്ള പണി ചെയ്തു വെച്ചിട്ട് പ്രാർത്ഥിക്കണേ എന്ന് അടിയങ്ങളെപ്പോലുള്ള ആരോടെങ്കിലും പറഞ്ഞാൽ ദൈവം അത് ചെയ്യില്ല. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നയങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നിനക്കും നിൻ്റെ കുഞ്ഞുങ്ങൾക്കും
ഉയർച്ച മാത്രം വരാനുള്ളതേ ചെയ്യാവൂ. നമ്മൾ ഇച്ചിരി ലജ്ജിച്ചാലും, നമ്മൾ ഇച്ചിരി അസഹിഷ്ണുരായാലും ഈ കാര്യം ഓർക്കണം, ദൈവം ന്യായാധിപതിയാണ്. അവിടെ നിന്നാണ് ഉയർത്തുന്നത്, അവിടെ നിന്നാണ് താഴ്ത്തുന്നത്. അതുകൊണ്ട് തമ്പുരാൻ ഉയർത്താനുള്ള വഴികൾ നമുക്ക് ചെയ്തു വയ്ക്കാം. ദൈവം ഉയർത്തിക്കോളും. താഴ്ത്തിക്കളഞ്ഞ ഒത്തിരി പേർ വേദപുസ്തകത്തിനകത്തുണ്ട്. ദൈവം താഴ്ത്തിക്കളഞ്ഞവർ, അവരുടെ ഗണത്തിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം, ദൈവത്തിങ്കൽ താഴ്ത്താം. ദൈവത്താൽ ഉയർത്തപ്പെടുന്നവരുടെ പട്ടികയിൽ നമ്മൾ പെടട്ടെ, ആ ഗണത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പെടട്ടെ. അവരെ അതിനുവേണ്ടി ഉപദേശിക്കാം. അവരെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ, വീട് വിട്ട് പഠനത്തിന് പോകുമ്പോൾ, ഹോസ്റ്റലിൽ തങ്ങാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ പറയണം, മോനെ, ആരുടെ കൂടെ നടന്നാലും എവിടെ പോയാലും സ്വർഗം നാളെ നിന്നെ ഉയർത്താനുള്ളതേ ചെയ്തു വയ്ക്കാവൂ, നിന്നെ താഴ്ത്താനുള്ളത് ചെയ്തേക്കരുത് എന്ന് പറയാൻ മടിക്കരുത്. ഞാൻ നിങ്ങളോട് ഉത്തരവാദിത്വ ബോധത്തോടെ ഇത് പറയുന്നു. വചനം എന്നോട് ഇടപെട്ടതുകൊണ്ട് നമുക്ക് ദൈവത്താൽ ഉയർത്തപ്പെടാം. ആ പട്ടികയിൽ നമ്മുടെ പേര് ചേർക്കാം, ആ ഗണത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാം, ആ ക്യൂവിൽ നമുക്ക് പുറകെ നിൽക്കാം. ഉയർത്തിക്കോളും. താഴ്ത്താനുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെയോ നമ്മുടെ മക്കളെയോ കാണാനിടയാക്കല്ലേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഉയർത്തുന്നവനെ, താഴ്ത്തുന്നവനെ, ഞങ്ങളൊന്ന് ദൈവസന്നിധിയിൽ വിലയിരുത്തട്ടെ അപ്പാ. ഇന്ന് ഞാൻ ഏത് ക്യൂവിലാണ്? 2 ക്യൂ ഈ ലോകത്തിൽ ഞങ്ങൾ കാണുന്നു. ഒന്ന്, താഴ്ത്തപ്പെടാൻ ദൈവം വിധിച്ചിട്ടിരിക്കുന്ന കുറേ ആളുകൾ, നരകത്തിലേക്ക് പോലും വലിച്ചെറിയാൻ. മറ്റൊരു ക്യൂ കാണുന്നു, ദൈവത്താൽ ഉയർത്തപ്പെടാൻ ദൈവം കണ്ടുവച്ചിരിക്കുന്നവർ. നാഥ, ഞങ്ങൾ അങ്ങയാൽ ഉയർത്തപ്പെടേണ്ടതിന്, ആ ഒരു പട്ടികയിൽ മാത്രം ഞങ്ങൾ നിൽക്കേണ്ടതിന് അനുവദിക്കണേ. അതിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജീവിക്കാൻ ഞങ്ങളെ സമ്മതിക്കണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ.